വിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണമേ. അങ്ങേ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയത്തിൻ്റെ ശക്തമായ മധ്യസ്ഥതയാൽ എഴുന്നള്ളി വരണമേ, ഞങ്ങളിൽ വന്നിറയണമേ. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടു കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഈശോമിശിയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സകല വിശുദ്ധരെ, കാവൽ മാലാഖമാരെ, വിശുദ്ധ യൗസേപ്പ് പിതാവേ, വിശുദ്ധ തോമാസ് ലിഹായെ, വിശുദ്ധ അൽഫോൻസാമ്മേ, വിശുദ്ധ ചാവറ പിതാവേ, വിശുദ്ധ എവുപ്രാസിയാമ്മേ, വിശുദ്ധ മറിയം ത്രേസ്യായെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ പരസ്പരം സ്തുതിയല്ല. നമുക്ക് എൻ്റെ ഏറ്റവും ആദരണീയരായ സ്നേഹ വൈദികരെ, സിസ്റ്റേഴ്സെ, ഈശോ പ്രത്യേകമായി വിളിച്ചു ചേർത്ത സ്നേഹ അധ്യാപകരെ, പരിശുദ്ധ പരമദിവ്യകാരുടെ നാഥന് സ്തുതിയും സ്തോത്രവും അർപ്പിക്കുവാൻ നമ്മളായിരിക്കുമ്പോൾ എൻ്റെ കുഞ്ഞ് ഒന്ന് രണ്ട് അനുഭവം മാത്രം പങ്കുവെച്ച് ഞാൻ പിൻവാങ്ങുകയാണ്. എനിക്കറിയാം, പരിശുദ്ധ കുർബാനയെക്കുറിച്ച് വളരെ ആഴമായ ജ്ഞാനമുള്ള ശ്രേഷ്ഠ ഹൃദയങ്ങളാണ് നിങ്ങൾ ഓരോരുത്തരും. ഇതൊരു ഭംഗിവാക്കല്ല. തീർച്ചയായും പരിശുദ്ധ കുർബാനയിൽ ജീവിതം ചേർത്ത് ഏറ്റവും വലിയ ഗുരുനാഥനായ ഈശോയുടെ നേർസാക്ഷ്യം നൽകുന്നവരാണ് നിങ്ങൾ. അപ്പോൾ ആ കുർബാനയെക്കുറിച്ച് ഒരുപാട് അറിവും ജ്ഞാനവും ഒക്കെ നിങ്ങൾക്കുണ്ട്. എങ്കിലും ഈ കുഞ്ഞു ചിന്ത കൂടി നിങ്ങൾക്ക് ഒരുപക്ഷെ ഉപകാരപ്പെടുമെങ്കിൽ പരിശുദ്ധാത്മാവ് പ്രചോദിപ്പിക്കുന്നതനുസരിച്ച് ഞാൻ പങ്കുവെക്കുകയാണ്. എൻ്റെ പ്രിയമുള്ളവരെ, ഞാനും സൺഡേ സ്കൂൾ ടീച്ചറായിരിക്കുന്ന അവസ്ഥയിൽ, ഞാനിപ്പം തിരക്ക് കാരണം ഞാൻ എല്ലാ ദിവസവും എടുക്കാറില്ല. ഞാൻ എൻ്റെ ഇടവകയിൽ സൺഡേ സ്കൂൾ ടീച്ചറായിരുന്ന കാലം ഞാൻ ഓർക്കുന്നുണ്ട്. അങ്ങനെ ആയിരിക്കുമ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്, കുർബാനയോട് ഞാൻ കുമ്പസാരിക്കും, കുർബാന സ്വീകരിക്കും, പക്ഷെ ഒരിക്കലും പരിശുദ്ധ കുർബാന എനിക്ക് അനുഭവമായിരുന്നില്ല. അതൊരു ചടങ്ങ് പോലെ ഇങ്ങനെ നീങ്ങുമായിരുന്നു. എൻ്റെ ക്ലാസ് പഠിക്കുന്ന കുട്ടികളോട് ഞാൻ പറയും, ക്ലാസ്സിൽ ഭക്തിയോടെ നിൽക്കണം കേട്ടോ, കൈകൂപ്പി പിടിച്ചിരിക്കണമെന്ന് കേട്ടോ എന്ന് പറയും. പക്ഷെ ഞാൻ വളരെ വളരെ ലാഘവത്തോടെ കുർബാനയെ കണ്ടിരുന്നു. എന്നാൽ കുർബാന സ്വീകരിക്കുകയും ചെയ്യും. എന്നാൽ എൻ്റെ പ്രിയരെ, ഞാൻ ഓർക്കുന്നുണ്ട്, കോളേജ് പഠനമൊക്കെ കഴിഞ്ഞ് ജോലിയൊന്നും ഇല്ലാതിരിക്കുന്ന അവസ്ഥയിൽ ഞാനൊരു ധ്യാനത്തിൽ പങ്കെടുക്കുമ്പോൾ, 95 ഒരു ധ്യാനത്തിൽ പങ്കെടുക്കുമ്പോൾ, ഞാൻ ആ ധ്യാനവേളയിൽ ഞാൻ വന്നത് തന്നെ, ധ്യാനത്തിൽ പങ്കെടുക്കാൻ വന്നതിന് എനിക്കൊരു ജോലി വേണം, ഭാവി ഭദ്രമാക്കണം, എനിക്കൊരു നല്ലൊരു ജോലി കിട്ടണം, അതൊക്കെയാണ് ആഗ്രഹമായിട്ട് കടന്നു വന്നത്. അങ്ങനെ ഞാൻ മൂവാറ്റുപുഴ ജീവജ്യോതിയിൽ എനിക്കൊരു ജോലി വേണം, അതാണ് എൻ്റെ ആഗ്രഹം. എൻ്റെ പ്രിയരെ, ഞാൻ ഈ ആഗ്രഹവുമായി ഇരിക്കുമ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥനാപൂർവ്വം ഇരിക്കുന്നു. 1, 2, 3 എനിക്ക് ധ്യാന വചനങ്ങളൊക്കെ കേൾക്കുന്നു, പക്ഷെ അതൊന്നും അനുഭവമാകുന്നില്ല. കാരണം എൻ്റെ ജീവിത വ്യഗ്രത മനസ്സിൽ കിടക്കുകയാണ്. ഈ പറയുന്ന വചനങ്ങളോ അതൊന്നും എനിക്കൊരു വലിയ അനുഭവമാകുന്നില്ല. എന്നാൽ 3-ാം ദിവസം ദിവ്യകാരുണ്യ ആരാധന നടത്തുമ്പോൾ ആ ധ്യാനഗുരുവായ ബഹുമാനപ്പെട്ട ജെയിംസ് കക്കുഴി അച്ഛൻ ഇങ്ങനൊരു ആഹ്വാനം നൽകി. നിങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നമായിക്കൊള്ളട്ടെ, അതിന് ഒരേ ഒരു ഉത്തരം, അത് ഈശോയാണ്. ആ ജീവിക്കുന്ന ഈശോ ഇന്ന് വസിക്കുന്നത് പരിശുദ്ധ കുർബാനയിലാണ്. ആയതിനാൽ ദിവ്യകാരുണ്യനാഥനെ എഴുന്നള്ളിച്ചു വച്ചിരിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും ആ പരിശുദ്ധ കുർബാനയാണ് ഉത്തരം. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതം സമർപ്പിക്കുക എന്ന് പറഞ്ഞു. അതുവരെ കുർബാനയൊന്നും വലിയൊരു അനുഭവമാകാത്ത ഞാന്, ഈ കുർബാനയാണ് ജീവിതത്തിന്റെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം, എല്ലാ പ്രതികൂലതകൾക്കും, എല്ലാ സഹനങ്ങൾക്കും, എല്ലാ നൊമ്പരങ്ങൾക്കും, ഉലഞ്ഞു പോകുന്ന നിമിഷങ്ങൾക്ക് ഉത്തരം പരിശുദ്ധ കുർബാനയാണെന്നുള്ള ആ ചിന്ത എൻ്റെ ഹൃദയത്തിൽ എപ്പോഴോ അടി ഉറച്ചതുപോലെയായി. ഏറ്റവും പിന്നിലിരുന്ന ധ്യാനഹാളിലിരുന്ന് ഞാൻ ഏറ്റവും മുൻപിലേക്ക് വന്നു. ഈ ധ്യാനഹാളിൽ ഇരുട്ട, രാത്രി സമയം ആരാധന, ലൈറ്റ് എല്ലാം ഓഫ് ചെയ്തിരിക്കുക. അപ്പൊ ഞാൻ ഏറ്റവും മുൻപിൽ വന്നിരുന്നു.
ആ ദിവ്യകാരുണ്യ മുട്ടുകുത്തി. പ്രിയമുള്ളവരെ, മുട്ടുകുത്തി ആ ദിവ്യകാരുണ്യ ഈശോയോട് ഞാൻ പറഞ്ഞ, ഈശോയെ, അങ്ങ് ജീവന്റെ അപ്പം എന്നല്ല പറയുന്നത്. പരിശുദ്ധ കുർബാന പരികർമ്മം ചെയ്ത് കഴിഞ്ഞ് വൈദികൻ പങ്കുവെക്കുന്നത് എന്താ? നമ്മെ ജീവിപ്പിക്കുന്നു നമ്മുടെ കർത്താവ് ഈശോ മിശിഹയുടെ പ്രസാദപരം, അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ എന്നല്ലേ പറയുന്നത്. അങ്ങ് ജീവന്റെ അപ്പമാണ്, എന്റെ പ്രശ്നങ്ങൾക്ക് ഉത്തരമാണ് എങ്കിൽ എനിക്ക് ആകുലതയുണ്ട് കർത്താവേ, വ്യഗ്രതയുണ്ട്, എന്റെ ഭാവിയെക്കുറിച്ച് ഉത്കണ്ഠയുണ്ട്. ഈ 27 വയസ്സുകാരനായ യുവാവ് എനിക്ക് ഉത്തരം തരണം കർത്താവേ എന്ന് പറഞ്ഞ് ഞാൻ ആ ദിവ്യകാരുണ്യ സന്നിധിയിൽ ഇരു കരങ്ങളും ഉയർത്തി. എന്റെ കണ്ണ് നിറഞ്ഞൊഴുകാൻ തുടങ്ങി. ആ ദിവ്യകാരുണ്യ സ്നേഹം എനിക്ക് അനുഭവമായി മാറിക്കൊണ്ടിരിക്കുന്നു. ഒരിക്കലും അതുപോലെ ഒരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടില്ല. പക്ഷേ ആ കുർബാന സന്നിധിയിൽ മുട്ടുകുത്തുന്ന എന്റെ മുൻപിൽ ആ ദിവ്യകാരുണ്യ സന്നിധിയിലേക്ക് ഞാൻ നോക്കി നിൽക്കവേ എന്റെ കണ്ണ് ഇങ്ങനെ നിറഞ്ഞൊഴുകാൻ തുടങ്ങുന്നു. എന്തിനാന്നറിയില്ല, ഒരു വലിയ സ്നേഹം ഒഴുകുന്നു ഹൃദയത്തില്. ആ സമയത്ത് ആ ധ്യാനഗുരുവായ വൈദികൻ വിളിച്ചു പറയുന്നു, തന്റെ ജീവിത വ്യഗ്രത പരിശുദ്ധ കുർബാനയായ ദിവ്യകാരുണ്യ നാഥനോട് പങ്കുവെക്കുന്ന ഒരു യുവാവിനോട് കർത്താവ് പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എന്റെ വിജയകരമായ വലതുകരം കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. പ്രിയമുള്ളവരെ, എനിക്ക് മനസ്സിലായി ആ യുവാവ് ഞാനാണെന്ന്. എന്റെ ജീവിത വ്യഗ്രതയ്ക്ക് ദൈവം വചനത്തിനോട് നൽകിയ ഉത്തരമാണെന്ന്. അതെങ്ങനെയാ? ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എന്റെ വിജയകരമായ വലതുകരം കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. എന്റെ പ്രിയ സഹോദരങ്ങളെ, അതുവരെ ഘനീഭവിച്ചു കിടന്ന എന്റെ ഹൃദയ നൊമ്പരങ്ങൾ, ഭാരങ്ങൾ അപ്രത്യക്ഷമാകുന്നു. ഒരു വലിയ റിലാക്സേഷൻ, ഒരു വലിയ സ്വച്ഛത, ശാന്തത ഞാൻ അനുഭവിക്കുകയാണ്. ദിവ്യകാരുണ്യ ആരാധന കഴിയുന്നത് വരെ എൻ്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീര് ഒഴുകിക്കൊണ്ടിരുന്നു. എൻ്റെ പ്രിയരെ, അതിനുശേഷം ഭക്ഷണത്തിന് പോയി തിരിച്ചു വന്നു. ചാപ്പലിൽ വന്ന് കുറേ നേരം ഞാൻ പരിശുദ്ധ അമ്മയുടെ ജപമാല, എനിക്ക് എപ്പോഴും പരിശുദ്ധ അമ്മയോട് വലിയ സ്നേഹമാണ്. അതുകൊണ്ട് അവിടെ നിന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു. അങ്ങനെ ഏതായാലും ഞാൻ തിരിച്ച് മുറിയിലേക്ക് വിശ്രമത്തിന് പോയി. നിങ്ങൾക്കറിയോ, ആ സമയത്ത് ഞാൻ ഡയറിയിൽ ആ അനുഭവം കുറിച്ചു വെച്ചു. ഇന്ന് എൻ്റെ ദൈവം എന്നോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് പറഞ്ഞു. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം എന്ന് പറഞ്ഞു എന്ന് ഞാൻ ഡയറിയിൽ കുറിച്ചു വെച്ചു. അല്പസ്വല്പം പാടാനും കവിത എഴുതാനും കഴിവുള്ള ഞാൻ അതിങ്ങനെയാ കുറിച്ചു വെച്ചത്. ഇന്ന് എൻ്റെ ദൈവം എന്നോട് പറഞ്ഞു, ഭയപ്പെടേണ്ട മകനെ, ഞാൻ നിന്റെ ദൈവമല്ലേ, കരയരുതേ, ഞാൻ നിന്റെ കൂടെയില്ലേ. അങ്ങനെ ഞാൻ കുറിച്ചു വെച്ചു. എൻ്റെ പ്രിയമുള്ളവരെ, കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു പ്രേരണ, ഭയപ്പെടേണ്ട മകനെ എന്ന് മാത്രം എഴുതിയാൽ പോരാ. കാരണം ദൈവത്തിന് മകൻ മാത്രമല്ല ഉള്ളത്, പിന്നെ ആരും കൂടിയുണ്ട്, മകളും കൂടിയുണ്ട്. അപ്പൊ ഞാൻ കുറിച്ചു വെച്ചു, മകളെ എന്ന് കൂടി കുറിച്ചു. ഞാൻ സംഗീതമൊന്നും പഠിച്ചിട്ടില്ല. അത് കഴിഞ്ഞ് ഞാൻ സുഖമായി കിടന്നുറങ്ങി. ഒരു വലിയ ശാന്തമായ അനുഭവം. പ്രഭാതത്തിലെ ഞാൻ ഉണർന്നു. പ്രാർത്ഥിക്കാൻ തീഷ്ണത, വലിയൊരു ഉണർവ്. എന്താണെന്നറിയില്ല, കർത്താവിന്റെ വചനം എന്നെ സ്പർശിച്ച അനുഭവം, ദിവ്യകാരുണ്യ സ്നേഹം എൻ്റെ ഹൃദയത്തിൽ നിറയുന്ന അനുഭവം. പെട്ടെന്ന് ഈ സംഗീതമൊന്നും പഠിക്കാത്ത എൻ്റെ ഹൃദയത്തിലേക്ക് ഒരു ഈണം കടന്നു വന്നു. അത് ഇപ്രകാരമായിരുന്നു: ഭയപ്പെടേണ്ട മകനെ, മകളെ, ഞാൻ നിന്റെ ദൈവമല്ലേ, കരയരുതേ ഇനി എൻ കൺമണിയെ, ഞാൻ നിന്റെ കൂടെയില്ലേ. ദൈവത്തിന് നന്ദി. എൻ്റെ ആദരണീയരായ അധ്യാപകരെ, അതെനിക്കൊരു അനുഭവമായിരുന്നു. അവിടെ എൻ്റെ ജീവിത വ്യഗ്രത തീർന്നു. കാരണം ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. കൂടെയുള്ള സ്നേഹമാണ് ദിവ്യകാരുണ്യം. ഒരിക്കലും അകന്നു പോകാത്ത, ഒരിക്കലും മാറിയകലാത്ത, ഒരിക്കലും തള്ളിക്കളയാത്ത, ആരെല്ലാം നമ്മളെ മറന്നാലും മറന്നു പോകാത്ത ദിവ്യ കാരുണ്യം, നിത്യകാരുണ്യം, അനന്ത കാരുണ്യം. ആ കാരുണ്യമാണ് എൻ്റെ ജീവിതത്തിന്റെ സർവസ്വം എന്നുള്ള ഉൾത്തലം പരിശുദ്ധാത്മാവിന്റെ കൃപയാൽ അവിടെ ലഭിക്കുകയാണ്. ധ്യാനം കഴിഞ്ഞു. അപ്പോൾ ധ്യാനഗുരു പറഞ്ഞു, നിങ്ങൾ ഏതെങ്കിലും ഒരു നിയോഗം അല്ലെങ്കിൽ ഒരു ആഗ്രഹം ഈശോട് പറഞ്ഞോളുക, ഈശോ അത് സ്വീകരിച്ചോളും. ഞാനൊരു ജോലി ആഗ്രഹിച്ചാ വന്നത്. പക്ഷേ ആ ധ്യാനം കഴിഞ്ഞ് തിരിച്ചു പോരുമ്പോൾ എനിക്കൊരു ബോധ്യം കിട്ടി. എനിക്ക് ജോലിയോ സമ്പത്തോ പേരോ പ്രശസ്തിയോ പെരുമയോ വീടോ ഇതൊന്നുമല്ല എനിക്ക് വേണ്ടത്. മറിച്ച്
എന്നെ കൂടാതെ നിനക്കൊന്നും ചെയ്യാൻ സാധ്യമല്ലെന്ന് അരുളി ചെയ്ത ആ ഈശോ, ജീവന്റെ അപ്പം, പരിശുദ്ധ കുർബാന, ദിവ്യ കാരുണ്യമാണ് എനിക്ക് ജീവിതത്തിൽ വേണ്ടത്. എനിക്ക് ബോധ്യം കിട്ടി. ഞാൻ ആ ധ്യാനം കഴിഞ്ഞു പോകുമ്പോൾ ഈശോയോട് പറഞ്ഞു, ഈശോയെ, ഞാൻ കുറവുകളുള്ളവനാണ്, ഞാൻ ബലഹീനനാണ്, എൻ്റെ യുവത്വം തിന്മയിലേക്ക് ചാഞ്ഞിരിക്കുന്നതാ, എപ്പോഴും വഴിവിട്ടു പോകാൻ സാധ്യതയുള്ളതാ. എന്നെ ബലപ്പെടുത്തുന്ന സ്നേഹ വെളിച്ചം അങ്ങല്ലേ, എനിക്ക് കരുത്ത് വരുന്ന ദൈവം അങ്ങല്ലേ, എന്നെ കൂടാതെ നിനക്ക് ഒന്നും ചെയ്യാൻ സാധ്യമല്ലെന്ന് പറഞ്ഞില്ലേ? അങ്ങനെയെങ്കിൽ ഈശോ, അങ്ങായിരിക്കണം എൻ്റെ ജീവിതത്തിന്റെ സർവസ്വവും. ഒരു കാര്യം നിന്നോട് ഞാൻ സവിനയം പറയുകയാണ്, ഒരാഗ്രഹമുള്ളൂ, മരിക്കുന്നതുവരെ പരിശുദ്ധ കുർബാന മുടങ്ങുവാൻ എന്നെ അനുവദിക്കല്ലേ. കാരണം ആ ദിവ്യകാരുണ്യം എൻ്റെ ജീവിതത്തിൽ നിറയുമ്പോഴാണ് എൻ്റെ ജീവിതത്തിന് അർത്ഥമുണ്ടാകുന്നത്. ഏറ്റവും വലിയ നിധി അതാണ്, ഏറ്റവും വലിയ നേട്ടം അതാണ്, ഏറ്റവും വലിയ സമ്പാദ്യം അതാണ്. ഞാൻ ഈശോട് പറഞ്ഞു, എൻ്റെ പരിശുദ്ധ അമ്മയോട് പറഞ്ഞു, അമ്മേ, ദിവ്യകാരുണ്യത്തിന്റെ അമ്മയാണല്ലോ അമ്മ, അമ്മയ്ക്ക് അറിയാമല്ലോ എൻ്റെ അവസ്ഥകളൊക്കെ. അമ്മ, എൻ്റെ ഹൃദയത്തിൽ ഈശോ കടന്നു വരുവാൻ ഇടമൊരുക്കണം. എൻ്റെ കുർബാന മുടങ്ങാൻ അമ്മ ഇടവരുത്തരുത്. അഥവാ ഞാൻ ഇടറിപ്പോയാൽ, വഴുതി വീണാല്, തിന്മയുടെ ചേറ്റിൽ ആണ്ടുപോകാൻ ഇടയായാൽ, നല്ല കുമ്പസാരം വഴി തീഷ്ണതയോടെ ചേർന്ന് നിന്നുകൊണ്ട് ഈശോയെ കൂടുതൽ സ്നേഹിക്കാൻ അമ്മ ഇടയാക്കണമെന്ന് പറഞ്ഞു. എൻ്റെ പ്രിയമുള്ളവരെ, സവിനയം പറയട്ടെ, 95 ഡിസംബർ 12 ഞാൻ ഈ കാര്യം പരിശുദ്ധ അമ്മ വഴി ഈശോട് പറഞ്ഞത്. ദൈവത്തിന്റെ വലിയ കൃപയാൽ കഴിഞ്ഞ 28-29 വർഷമായിട്ട് ഇന്ന് ഞാൻ യാത്രാമധ്യയെ കൊരട്ടിയിൽ അന്തോണീസ് പള്ളിയിലാണ് ബലിയർപ്പിച്ചത്. ഇന്നുവരെ ഒരു ദിവസം പോലും കുർബാന മുടങ്ങുവാൻ പരിശുദ്ധനായ കർത്താവ് അനുവദിച്ചില്ല. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കാരണം എൻ്റെ എളിയ ഗാനരചനാ മേഖലയിൽ ഞാൻ കണ്ടെത്തിയ ഒരു ചിന്ത ഇതായിരുന്നു, പരിശുദ്ധ കുർബാനയുടെ സന്നിധിയിൽ പരിശുദ്ധ അമ്മയുടെ ജപമാല ചൊല്ലുമ്പോഴാണ് എഴുതേണ്ട വിഷയങ്ങൾ മനസ്സിൽ നിഴലായി മാറുന്നത്, ഉറവെടുക്കുന്നത്. ആ കുർബാനയാണ് ഈ രചനയുടെ എല്ലാം കാമ്പ്. ആ സർവജ്ഞനായ ദൈവമാണ് സ്വർഗീയ ജ്ഞാനം തരുന്ന എനിക്ക് ബോധ്യമായി. അവിടെ നിന്നുകൊണ്ട് തുടങ്ങിയ ഞാൻ നിന്നെ സൃഷ്ടിച്ച ദൈവം, ഞാൻ നിന്നെ രക്ഷിച്ച ദൈവം, ഞാൻ നിന്റെ പാതയിൽ എന്നും വെളിച്ചമായി നിന്നെ നയിക്കുന്ന ദൈവം, അവിടെ തുടങ്ങിയ ആ പ്രയാണം ഇന്ന് 4000-ഓളം ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ എഴുതുവാൻ കൃപ നൽകി കഴിഞ്ഞ 30 വർഷമായി ദൈവം വഴി നടത്തുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ നിന്നെ സൃഷ്ടിച്ച ദൈവം, അത് പോതു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഉറങ്ങാനായി താരാട്ടു പാടുന്നു ദൈവം, ആബാ ദൈവമേ, ഇസ്രായേലിൻ നാഥനായി വാഴുമേക ദൈവം, ദൈവത്തെ മറന്നു കുഞ്ഞേ ജീവിക്കരുതേ, എൻ്റെ മുഖം വാടിയാൽ സക്രാരി തന്നിൽ നിത്യം വാഴുന്ന ആദിയിൽ വചനമുണ്ടായിരുന്നു, സ്നേഹത്തൂവാല കൊണ്ടു തുടയ്ക്കാം, ബലിയർപ്പിക്കാൻ വരുവിൻ, വീണ്ടും ഒരു ബലിയർപ്പണ വേദിയൊരുങ്ങി, നിന്റെ തകർച്ചയിൽ ആശ്വാസമേകാൻ കനിവിൻ്റെ നിറവാർന്നൊരമ്മേ, മുൾമുടിയണിഞ്ഞു കൊണ്ടീശോ ഇലപൊഴിയും കാലങ്ങൾക്കപ്പുറം അത്യുന്നതന്റെ മറവിൽ പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, ഇന്നും എന്നും അങ്ങേക്കാരാധന. ഇങ്ങനെ പോയാൽ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥന് മുഴുവൻ മഹത്വവും നൽകി ഈ എളിയ സഹോദരൻ പറയുന്നു, എന്നിലും ശ്രേഷ്ഠരായ എന്റെ പ്രിയപ്പെട്ട അധ്യാപകരെ, വിവിധ തുറകളിൽ നമ്മൾ വ്യാപരിക്കുമ്പോൾ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന് അരുളി ചെയ്തുകൊണ്ട് ആ ദിവ്യകാരുണ്യം നമ്മൾ വസിക്കണം. നമ്മുടെ കുഞ്ഞുമക്കൾക്ക് പാഠം പങ്കുവെക്കുമ്പോൾ നീയും ഞാനും ഈശോയായി മാറുകയാണ്. ആ ദിവ്യകാരുണ്യനാഥനായ ഗുരുനാഥനെ ഹൃദയത്തിൽ ചേർത്തുകൊണ്ട് അവൻ നമ്മുടെ ജീവിത ബാന്ധാവിലേക്ക് നീങ്ങുക, നമ്മൾ വിസ്മയങ്ങളായി മാറുമെന്നതിൽ സംശയമില്ല. ഈ കഴിഞ്ഞ ആഴ്ചയിൽ ബഹുമാനപ്പെട്ട യേശുദാസ് സാറാണ് പുതിയ പാട്ട് പാടി ഒരു ത്രിത്വത്തെ കുറിച്ചാണ് ഈ കഴിഞ്ഞ ആഴ്ച ഇറങ്ങിയത്. ഞാൻ പറഞ്ഞു വരുന്നത്, എൻ്റെ കൂടെ ഒരു പീറ്റർ ചേരാനല്ലൂര്
എന്ന് പറയുന്ന കൂട്ടുകാരുണ്ട്. പിന്നെ ബഹുമാനപ്പെട്ട അൽഫോൺസ്, യുവജനങ്ങൾക്ക് വേണ്ടി ഈ സമയം സെഷൻ പങ്കുവയ്ക്കുക. അൽഫോൺസ് ആണ് ആദ്യമായി ഈ ഞാൻ നിന്നെ സൃഷ്ടിച്ച ദൈവത്തിന് ഓർക്കസ്ട്രേഷൻ കൊടുത്തത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്റെ മഹിമ കാണിക്കാൻ വേണ്ടിയല്ല, എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല. അതാണ് ഈശോ പറയുക. ഇന്ന് യേശുദാസ്, എസ് പി ബാലസുബ്രഹ്മണ്യം, ജാനകി, ചിത്ര, ജയചന്ദ്രൻ, മാർക്കോസ്, എം ജി ശ്രീകുമാർ അവരുടെ എല്ലാം മുമ്പിൽ നിന്ന് കൊടുക്കുമ്പോൾ ഒരു കാര്യം ഞാൻ തുറന്നു പറയട്ടെ, സരിഗമ പതിനിസാന്ന് പോലും ഞങ്ങള് സംഗീതം പഠിച്ചിട്ടില്ല. അവിടെ ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന കർത്താവിന്റെ യേശയ്യാ 43:10 ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട്. മത്തായി 28:20 യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. യോശുവ 1:9 ശക്തനും ധീരനുമായിരിക്കണമെന്നും ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്നും നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലയോ? നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. പ്രിയരെ, പലപ്പോഴും കുർബാന മുടങ്ങിപ്പോയേക്കാവുന്ന അവസ്ഥ വന്നിട്ടുണ്ട്. ഞാൻ ഓർക്കുന്നുണ്ട്, അന്ന് 90കളിലൊക്കെ എൻ്റെ വീട് തൊടുപുഴയാണ്. അവിടെ രാവിലെ കുർബാന അർപ്പിച്ചതിന് വൈകുന്നേരം കുർബാനയുള്ള ഇന്ന് കുർബാനയൊക്കെ ഉണ്ട്, പക്ഷെ 90കളിലൊന്നും വൈകുന്നേരം കുർബാനയുള്ള സ്ഥലമില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ, രാവിലെ കുർബാന അർപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ വൈകുന്നേരം എറണാകുളത്തിന് വരും. അവിടെ ബസലിക്ക പള്ളിയിൽ 6 മണി കുർബാനയുണ്ട്, കപ്പൽ പള്ളിയിൽ 5:30 കുർബാനയുണ്ട്, കണ്ണൻമുത്ത് പള്ളിയിൽ 6:15 കുർബാനയുണ്ട്, കലൂര് പള്ളിയിൽ 6:15 കുർബാനയുണ്ട്, ലിസി ഹോസ്പിറ്റലിൽ 7 മണി കുർബാനയുണ്ട്. അങ്ങനെ കുർബാനയുള്ള ഇടങ്ങള് കണ്ട് വെക്കും. എന്നിട്ട് പാലായ്ക്ക് പോകും. പാലായിൽ ആലമ്പള്ളിയിൽ 5:30 കുർബാനയുണ്ട്. അങ്ങനെ പള്ളികൾ കണ്ടുവെച്ച് രാവിലെ അർപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ വൈകിട്ട് പോകാനുള്ള കൃപ നൽകി കർത്താവ്. മാത്രമല്ല, നമ്മളൊക്കറിയാം, പതറിപ്പോകുന്ന നിമിഷങ്ങളിൽ ശക്തമായ തീഷ്ണതയോടെ കുമ്പസാരിച്ച് ഏറ്റുപറഞ്ഞ അനുതാപത്തോടെ വീണ്ടും ഈശോയെ സ്നേഹിക്കുവാൻ കർത്താവിന്റെ പരിശുദ്ധാത്മാവ് കൃപ നൽകി. ഒരിക്കൽ ഞാൻ ഓർക്കുന്നു, 95 മുതൽ മുടങ്ങാത്ത കുർബാന 2001 ജനുവരി 6-ാം തീയതി ബഹുമാനപ്പെട്ട ജോസ് ഉപ്പാണി അച്ഛൻ എന്നോട് പറഞ്ഞു, ചെന്നൈയിലെ ഒരു യുവജനങ്ങളുടെ ധ്യാനം ഉണ്ടെന്ന് സഹായിക്കാൻ വരാവോ? ഞാൻ പറഞ്ഞു വരാ അച്ഛാന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എവിടെ അച്ഛാ കുർബാന അർപ്പിക്കെന്ന് ചോദിച്ചു. അച്ഛൻ പറഞ്ഞു, യാത്രാമത്തിയെ കോയമ്പത്തൂർ ബലിയർപ്പിക്കാന്ന് പറഞ്ഞു. ഞങ്ങളങ്ങനെ കോയമ്പത്തൂർ എത്തി. പക്ഷെ ചില കാരണങ്ങൾ അവിടെ ബലിയർപ്പിക്കാൻ പറ്റിയില്ല. എനിക്കാകപ്പാടെ ടെൻഷനായി. കാരണം എന്നറിയാമോ, 95 മുതൽ മുടങ്ങാത്ത കുർബാന മുടങ്ങിപ്പോകുവാണോ? ഇതാണ് എൻ്റെ വലിയ നൊമ്പരം. ഞാൻ അച്ഛനോട് ചോദിച്ചു, അച്ഛ ഇനി എന്നാ അച്ഛ ചെയ്യുന്നേ? അച്ഛൻ പറഞ്ഞു, നമുക്ക് ചെന്നൈ ചെന്ന് ബലിയർപ്പിക്കാന്ന് പറഞ്ഞു. അവിടെ എപ്പയെത്തുമെന്ന് കരുതിയാ. എനിക്ക് വീണ്ടും ടെൻഷനായി. പോകുന്ന വഴിക്ക് ഞാൻ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, പരിശുദ്ധ അമ്മേ, ദിവ്യകാരുണ്യത്തിന്റെ അമ്മേ, എന്റെ കുർബാന മുടങ്ങാൻ ഇടയാകരുത് കേട്ടോ. ഞാൻ പറഞ്ഞുകൊണ്ടേ പോയി. പ്രിയമുള്ളവരെ, ചെന്നൈ ചെന്നപ്പോൾ സമയം 11 മണി. പിന്നെ എത്ര മണിക്കൂറുണ്ട്? 1 മണിക്കൂറേ ഉള്ളൂ. ഞങ്ങൾ താമസിക്കാൻ ഒരുക്കിയിരിക്കുന്ന വീട്ടിലെത്തി. അവിടെ എത്തിയ ആന്റിയാണ് ഈ ധ്യാനത്തിന്റെ കോർഡിനേറ്റർ. ഞാൻ ആന്റിയോട് ചോദിച്ചു, ആന്റി ഇവിടെ അടുത്തിടെ പള്ളിയുള്ളതെന്ന് ചോദിച്ചു. ഉടനെ ആന്റി പറഞ്ഞു, 3/4 മണിക്കൂർ യാത്ര ചെയ്താൽ സാന്ത്വം ചർച്ചിലെത്താന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ കണക്ക് കൂട്ടിയപ്പോൾ 3/4 മണിക്കൂർ ചെന്ന് കുർബാന അർപ്പിക്കുമ്പോൾ ആ ദിവസം പോകും. അപ്പൊ എനിക്ക് മനസ്സിലായി, എന്റെ കുർബാന ഇന്ന് മുടങ്ങും. അവിടെ ഒരു തിരുഹൃദയ ഈശോയുടെ രൂപം ഉണ്ടായിരുന്നു. ഞാൻ ആ രൂപത്തിലേക്ക് നോക്കി പറഞ്ഞു, കർത്താവേ, അങ്ങ് വാഗ്ദാനങ്ങൾ വിശ്വസനാന്നല്ലേ പറഞ്ഞത്? അങ്ങ് എന്നെ വിളിക്കാൻ പറഞ്ഞില്ലേ? ചോദിക്കുവിൻ തരൂന്ന് പറഞ്ഞില്ലേ? പക്ഷേ ഞാനിന്ന് കുർബാന ചോദിച്ചു, എനിക്ക് കിട്ടിയില്ലല്ലോ. എന്റെ കുർബാന ഇന്ന് മുടങ്ങുവാണോ? ഞാൻ ഈശോട് ഇങ്ങനെ പരിഭവം പറയുക. പ്രിയമുള്ളവരെ, ആ സമയത്ത് ഈ ആന്റി അച്ഛനോട് ചോദിച്ചു, എന്നാ അച്ഛൻ എല്ലാവരും വിഷമിച്ചിരിക്കുന്നത്? ഉടനെ അച്ഛൻ പറഞ്ഞു, യാത്രാക്ഷീണമുണ്ട്, പിന്നെ അത് മാത്രമല്ല ഞങ്ങൾക്ക് കുർബാന അർപ്പിക്കാൻ പറ്റിയില്ല. ഉടനെ ആന്റി പറഞ്ഞു, സാരമില്ല അച്ഛ, രാവിലെ പള്ളിയിലേക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പോഴും എന്റെ നൊമ്പരം ആർക്കും അറിയത്തില്ല. പെട്ടെന്ന് അകത്ത് പോയ ആന്റി ഓടി വന്നിട്ട് പറഞ്ഞു, അച്ഛ അച്ഛ അച്ഛ. അച്ഛൻ ചോദിച്ചു, എന്താ? നമ്മൾ നാളെ ധ്യാനം നടത്തുന്ന ഒരു യൂത്തിന് വേണ്ടിയാ, കോളേജിലാ. അപ്പൊ ധ്യാനമധ്യേ അർപ്പിക്കാൻ വേണ്ടി, കുർബാന അർപ്പണത്തിന് വേണ്ടി ഓസ്തിയും വീഞ്ഞും പൂക്കളും തിരിയൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അച്ഛൻ ചോദിച്ചു, ഉണ്ടോന്ന് ചോദിച്ചു. ഉണ്ടെന്ന് പറഞ്ഞു. എൻ്റെ പ്രിയരെ, അവിടെ ചെറിയ ബലിപീഠം ഒരുങ്ങി തിരികൾ തെളിഞ്ഞപ്പോൾ ഞാന് തൂവാലി എടുത്ത് കടിച്ചു പിടിച്ചു. എന്താണെന്നറിയാമോ, ഞാൻ പൊട്ടിക്കരയൂന്ന് തോന്നി. കാരണം ഒരു സാധ്യതയില്ലാത്തയിടത്ത് എനിക്ക് വേണ്ടി കർത്താവ് ബലിയർപ്പിക്കുകയാണ്. അച്ഛനവിടെ കുർബാന ആരംഭിച്ചു. ഞാൻ ടീം അംഗങ്ങളുടെ പുറകോട്ട് മാറിയിരുന്നിട്ട് മുട്ടിന്മേൽ നിന്ന് ഞാൻ കരയാൻ തുടങ്ങി. ഓരോ കുർബാന പ്രാർത്ഥന ചൊല്ലുമ്പോഴും ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്നെ സ്നേഹം കൊണ്ട് തോൽപ്പിക്കുന്ന ഒരു ദൈവം,
ഇടയ്ക്കെപ്പോഴോ ഞാൻ ആ തിരുഹൃദയ രൂപത്തിലേക്ക് നോക്കിയപ്പോൾ ഈശോ പറയുന്നത് പോലെ, കുഞ്ഞേ, എന്റെ പൊന്നുമോനെ, നീ എന്താ കരുതിയത്? ഞാൻ വാഗ്ദാനങ്ങൾ വിശ്വസ്തനല്ലെന്ന് നീ കരുതിയല്ലേ? ചോദിക്കുവിൻ നിങ്ങൾക്ക് തരൂന്ന് പറഞ്ഞ് ഞാനല്ലെന്ന് നീ കരുതിയല്ലേ? എന്നെ വിളിക്ക്, ഞാൻ ഉത്തരമല്ലെന്ന് പറഞ്ഞ് ഞാനല്ലെന്ന് നീ കരുതിയല്ലേ? നീ വിളിക്ക്, നീ ചോദിക്ക്, നീ മുട്ട്, ഞാൻ റെഡിയാ. നിനക്ക് വേണ്ടി 1 അല്ല 1000 തവണ ഞാൻ ബലിയായി മുറിയാം. ഒന്നേ ഉള്ളു കുഞ്ഞേ, നീ നിസ്സാര കാര്യത്തിന് എന്നെ അവഗണിക്കാതിരുന്നാൽ മതി. നിന്റെ ദേവാലയത്തിൽ നിന്നെ കാത്ത് ഓരോ ബലി അർപ്പിക്കപ്പെടുമ്പോഴും ഞാൻ കാത്തിരിപ്പുണ്ട്. നിന്റെ പങ്കുമായി ആ പങ്ക് നീ എടുക്കണം. അതാണ് പങ്കെടുക്കുക എന്ന് പറയുന്നത്. എന്റെ പ്രിയമുള്ളവരെ, ദിവ്യകാരുണ്യ ഈശോ അധരത്തിലൂടെ എന്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്നു. സമാപന ആശീർവാദം വാങ്ങി ഞാൻ ചുവരിലെ ക്ലോക്കിൽ നോക്കി. സമയം 11:59. ദൈവത്തിന് മഹത്വം. ഇത് ഞാൻ എവിടെയും പങ്കുവെക്കും. ഇതെന്റെ മഹിമ കാണിക്കാൻ വേണ്ടിയല്ല. ഇന്നും ഞാൻ ഈശോട് പറയാറുണ്ട്, എന്തുകൊണ്ടാണ് ഞാൻ എല്ലാ ദിവസവും കുർബാനയിൽ പങ്കെടുക്കുന്നത്? അത് വേറൊന്നും കൊണ്ടല്ല, ഞാൻ വലിയ ആത്മീയനായതുകൊണ്ടോ അതുകൊണ്ടല്ല, കുറവുകളുള്ളത് കൊണ്ടാ. എനിക്ക് അവനെ കൂടാതെ പറ്റിയല്ലാത്തത് കൊണ്ടാ. എൻ്റെ എളിയ സംഗീത വഴികളിൽ ആ സ്വർഗീയ ജ്ഞാനം എനിക്ക് ആവശ്യമുണ്ട്, അതല്ലാതെ വേറെ ഒന്നുമില്ല. എൻ്റെ കുടുംബജീവിതത്തിലെ സഹന തലങ്ങളില്, പ്രതികൂലമായ അവസ്ഥകളില് എനിക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ ഈ ദിവ്യകാരുണ്യ ഈശോ വേണം. എൻ്റെ പ്രവർത്തന മണ്ഡലങ്ങളില്, എന്നെ ഒറ്റപ്പെടുന്ന നിമിഷങ്ങളില്, മറ്റുള്ളവർ തള്ളിക്കളയുമ്പോഴൊക്കെ ഈ ഈശോയാണ് ഒരിക്കലും പെരിയാതെ നിൽക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഈശോയോട് പറയും, ഈശോയെ, ഞാൻ നിന്റെ അടുത്ത് വരുന്നതെന്നറിയാമോ? ചില കുറ്റവാളികളെ ഏമമാര് പറയും എല്ലാ ദിവസവും വന്ന് ഒപ്പിടണമെന്ന് പറയും സ്റ്റേഷനിൽ വന്ന്. എന്തിനു വേണ്ടിയാ? നല്ല നടപ്പിന് വേണ്ടിയാ. എന്നതുപോലെയാ ഞാൻ മേന്മയുള്ളവനായതുകൊണ്ടല്ല, ഞാൻ നന്നായിട്ട് നീങ്ങുവാൻ അങ്ങേ എനിക്ക് ആവശ്യമുണ്ട്. പ്രിയമുള്ളവരെ, ഞാൻ പിൻവാങ്ങുകയാണ്. ഏതായാലും അന്ന് ആ കുർബാന ചെന്നൈയിൽ കിട്ടി. അന്ന് രാത്രിയിൽ ഞാൻ എൻ്റെ ഡയറിയിൽ എഴുതി വെച്ച ആ സ്നേഹത്തിന്റെ അനുഭവം ഞാൻ കുറിച്ചു വെച്ചു. പിറ്റേന്ന് എപ്പോഴോ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പീറ്റർ ചേരാനല്ലൂർ എടുത്ത് ഈ ഡയറി നോക്കി. ഇതെന്താടാ എഴുതിയിരിക്കുന്നത് ചോദിച്ചു. ഞാൻ പറഞ്ഞു, കുർബാന അത്ഭുതകരമായി ഒരു വീട്ടിൽ ഒരുക്കപ്പെട്ടപ്പോൾ എൻ്റെ കുർബാന മുടങ്ങാതെ കർത്താവ് കാത്തതിൻ്റെ ഒരു അടയാളം ഞാൻ എഴുതി വെച്ചതാ. അങ്ങനെ പീറ്റർ പറഞ്ഞു, ഇത് ഞാൻ മ്യൂസിക് കൊടുക്കട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ആ രചനയ്ക്ക് ഈണം പകർന്നതാണ് ഒന്നു വിളിച്ചാലോടി എൻ്റെ അരികിലെത്തും. അതുകൊണ്ട് ഈശോയ്ക്ക് മഹത്വം. ഒന്നു സ്തുതിച്ചാൽ അവൻ എൻ്റെ മനം തുറക്കും, ഒന്നു കരഞ്ഞാലോ മനിച്ചൻ മിഴി തുടയ്ക്കും. ഓ എത്ര നല്ല സ്നേഹമെൻ്റെ ഈശോ, ഓ എത്ര നല്ല സ്നേഹമെൻ്റെ ഈശോ. പ്രിയമുള്ളവരെ, ഞാൻ പിൻവാങ്ങുന്നതിന് മുമ്പ് ഒരു പാട്ടിൻ്റെ അനുഭവം കൂടി പറയാം. 2002 നവംബർ 7-ാം തീയതി വിശ്വാസ സംഗമം എന്നൊരു വലിയ പ്രോഗ്രാം എറണാകുളം മറൈൻ ഡ്രൈവിൽ നടക്കുന്നു. അബ്ദുൽ കലാം ആദ്യമായി പ്രസിഡന്റ് ആയതിനു ശേഷം കേരളത്തിൽ വരുന്നത് ഈ സഭയുടെ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ്. അന്ന് മുഖ്യമന്ത്രിക്ക് പങ്കെടുക്കുന്ന വേദിയാണ്. അപ്പോൾ അബ്ദുൽ കലാമിന് കേരളത്തിന് സ്വാഗത ഗാനം കുറിക്കുവാൻ നമുക്കൊരു നിയോഗം കിട്ടി KCBCയുടെ. അപ്പം ഭാരതമേ ഉണരൂ ഉണരൂ, അങ്ങനെ ആ പ്രോഗ്രാം അതിന് സ്വാഗതഗാനമൊക്കെ തയ്യാറാക്കി. അങ്ങനെ നവംബർ 7-ാം തീയതി അന്നാണ് വിശ്വാസ സംഗമം. സീറോ മലങ്കര, സീറോ മലബാർ, ലാറ്റിൻ 3 റീത്തുകൾ ഒരുമിച്ച് കൂടുന്ന വലിയൊരു പ്രോഗ്രാം. പ്രസിഡന്റ് പങ്കെടുക്കുന്നു. അപ്പൊ ഞങ്ങള് ഈ പ്രസിഡന്റ് വേദിക്കരികിലാണ്, കൊയറിന്റെ വേദിയും. അപ്പൊ ഞങ്ങൾ വലിയ ഹാപ്പി, ഞങ്ങളെല്ലാം ആർട്ടിസ്റ്റുകളൊക്കെ വലിയ സന്തോഷത്തിൽ, ത്രില്ലിലാ. കാരണം എന്താ? പ്രസിഡന്റിന് വേണ്ടിയൊക്കെയല്ലേ. അങ്ങനെ ഞങ്ങൾ അന്ന് രാവിലെ അവിടെ കടന്നു. അന്ന് വൈകുന്നേരം 4 മണിക്കാണ് ഈ പ്രോഗ്രാം. അപ്പൊ ഞങ്ങൾ ഈ പാട്ടുകളൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുകയാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നു, പ്രാക്ടീസ് ചെയ്തു. ഉച്ചയായപ്പോൾ ഭക്ഷണത്തിന് വേണ്ടി പിരിയുകയാണ്. അപ്പോൾ ഞാൻ നോക്കി, എല്ലാവർക്കും ഒരു ടാഗുണ്ട്, POCന്ന് കിട്ടിയതാ. ഈ ടാഗ് വേണം, പുറത്തിറങ്ങി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു കയറണമെങ്കിൽ ഈ ടാഗ് വേണം. ഞാൻ നോക്കിയപ്പോൾ എൻ്റെ ടാഗ് കാണാനില്ല. അതുകൊണ്ട് ഞാൻ അവിടെ എല്ലാം നോക്കി, കിട്ടിയില്ല. അപ്പൊ ഞാൻ ചിന്തിച്ചു, പുറത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു കയറണമെങ്കിൽ പറ്റിയല്ല. അപ്പൊ ഞാൻ എൻ്റെ കൂടെയുള്ളവരോട് പറഞ്ഞു, നിങ്ങൾ പോയിട്ട് വരുമ്പോൾ അല്പം എന്തെങ്കിലും മേടിച്ചുകൊണ്ട് വന്ന് ഞാൻ ഇവിടെ ഇരുന്ന് കഴിച്ചോളാം, കാരണം ഇറങ്ങിക്കഴിഞ്ഞാൽ കയറാൻ പറ്റിയാലല്ലോ. പ്രിയമുള്ളവരെ, അവര് പോയി. ഞാൻ നല്ല ചൂടാണ്, വിയർത്ത്
തൊണ്ട വരളുന്നുണ്ട്, ഞാനിങ്ങനെ ഉഷ്ണിച്ച് നിൽക്കുക, വിശപ്പുണ്ട്. പക്ഷേ എനിക്ക് ഒരേ ചിന്തയുള്ളൂ, വിശന്നാലും വേണ്ടില്ല, ദാഹിച്ചാലും വേണ്ടില്ല, പ്രസിഡന്റിന് വേണ്ടി പാടണമല്ലോ. ഞാൻ അങ്ങനെ ത്രില്ലിൽ നിൽക്കുക. അവർ ഭക്ഷണം കഴിഞ്ഞ് തിരിച്ചു വന്നു. ഞാൻ ചോദിച്ചു, എനിക്ക് വേണ്ടി മേടിച്ചില്ലേ? മേടിച്ചതാ, പക്ഷെ സെക്യൂരിറ്റി പിടിച്ചു വെച്ചു, സ്റ്റേജിലേക്കൊന്നും കൊണ്ടുപോകാൻ പറ്റിയെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ തൊണ്ട വരളുന്നുണ്ട്, എന്നിട്ട് ഞാൻ പിടിച്ചു നിന്നു. കാരണം എനിക്ക് പ്രസിഡന്റിന്റെ വേദിക്കരികിൽ നിന്ന് പാടണം, അതാണ് എൻ്റെ ആഗ്രഹം. 3:30 ചായക്ക് പിരിഞ്ഞു, എനിക്ക് ചായ കിട്ടിയില്ല. ഞാൻ പിടിച്ചു നിന്നു, കാരണം എനിക്ക് മറ്റൊന്നുമല്ല ലക്ഷ്യം. 4 മണിക്ക് വരാമെന്നിരുന്ന പ്രസിഡന്റ് വരുമ്പോൾ 7 മണി. എന്നിട്ട് ഞാൻ പിടിച്ചു നിന്നു. ഏതായാലും ഫംഗ്ഷനൊക്കെ മനോഹരമായി നടന്നു, ഓർക്കസ്ട്രയൊക്കെ നന്നായിരുന്നു, പാട്ടൊക്കെ മനോഹരമായി ചെയ്തു. വലിയ ത്രില്ലിലും വലിയ സംതൃപ്തിയിലുമായി ഞാൻ അടുത്ത ദിവസം, അന്ന് ഞാൻ എറണാകുളത്തുണ്ട് വേറൊരു പ്രോഗ്രാമിന്. ഞാൻ ഓർക്കുന്നു, സെന്റ് പോൾസിൽ പോയി കുറെ പുസ്തകമൊക്കെ വാങ്ങി ഞാൻ തിരിച്ചു വരുമ്പോൾ ബസിലിക്ക പള്ളിയുടെ ഓപ്പോസിറ്റാണ് നിത്യാരാധന ചാപ്പൽ, നിങ്ങൾക്കറിയാം. അവിടെ വന്നിട്ട് ഞാൻ വെറുതെ ഇങ്ങനെ ഒന്ന് കാണിച്ചിട്ട്, അന്ന് എനിക്ക് ഉച്ച സമയം നന്നായിട്ട് വിശക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ വെറുതെ ഇങ്ങനെ ഒന്ന് കാണിച്ചിട്ട് ഞാൻ ധൃതിയിൽ നടക്കുക. അപ്പോൾ ഉള്ളിൽ നിന്നും ആരോ മന്ത്രിക്കുന്നത് പോലെ, ഇന്ന് വിശപ്പ് സഹിക്കാൻ പറ്റുന്നില്ല അല്ലേ, നീ എന്നിട്ട് ചാപ്പലിന് മുമ്പ് വന്നിട്ട് എന്നാ കാണിച്ചത്? പെട്ടെന്ന് ഞാൻ ഓർത്തു, ഞാൻ വെറുതെ വന്ന് ഇങ്ങനെ കാണിച്ചു, വെറുതെ ഒരു ആക്ഷൻ, അതിലൊരു ആത്മാർത്ഥ്യമൊന്നുമില്ല, വെറുതെ ഇങ്ങനെ ഒന്ന് കാണിച്ചു. അങ്ങനെയാണോ നീ കാണിക്കേണ്ടത്? അവിടെ ഇരിക്കുന്നത് ആരാ? പെട്ടെന്ന് എൻ്റെ ഉത്ബോധം കിട്ടും എനിക്ക്. അപ്പൊ ഞാൻ ചിന്തിച്ചു, എന്ത് വിശപ്പാണേലും ഒന്ന് തിരിച്ചേറി ചാപ്പലൊന്ന് കയറിയേക്കാം. ഞാൻ മെല്ലെ തിരിച്ച് ചാപ്പലിൽ കയറി. അവിടെ ദിവ്യകാരുണ്യ ഈശോ ഇരിക്കുന്നു. ഞാൻ വലിയ ഭവ്യത അഭിനയിച്ചുകൊണ്ട് മുട്ടുകുത്തി നിലമൊക്കെ ചുംബിച്ച്, നമ്മൾ സാധാരണ ചെയ്യാറില്ലേ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്. അപ്പോഴും ഹൃദയത്തിൽ മന്ത്രണം, നീ ഇപ്പോൾ ചെയ്യുന്ന വെറും പോളിഷാണ്, ഉള്ളിലൊന്നുമില്ല. ഈ ഇരിക്കുന്നത് ആരാണെന്നുള്ള ബോധ്യം നിനക്കില്ല. നിന്റെ പല ചെയ്തികളിലും ഈ സ്വർഗീയ രാജാവിന് വേണ്ടത്ര മഹത്വം നീ കൊടുക്കുന്നില്ല. അങ്ങനെ പറയുന്നത് പോലെ ഞാൻ പറഞ്ഞു, ഈശോയെ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, അങ്ങേക്കുന്നു. അത് ഞാൻ ആത്മാർത്ഥമായി പറഞ്ഞു. അപ്പോൾ ഈശോ മന്ത്രിക്കുന്നത് പോലെ, ഇന്നലെ നിനക്ക് വിശന്നു, നിനക്ക് ദാഹിച്ചു, പക്ഷേ നീ അതെല്ലാം സഹിച്ചു. എന്തിനു വേണ്ടി? നിന്റെ പ്രസിഡന്റിനെ കാത്തിരുന്നു, അവന് വേണ്ടി നീ ഗാനം ആലപിക്കാൻ. തീർച്ചയായും വേണം, നിന്റെ പ്രസിഡന്റാണ്, നീ ആദരിക്കണം, സ്നേഹിക്കണം. പക്ഷേ കുഞ്ഞെ, ഒരു ചോദ്യം, നിനക്ക് പ്രസിഡന്റിനെ നീ അറിയാം, പ്രസിഡന്റിന് നിന്നെ അറിയാവോ? ഇല്ല. 2, നിനക്ക് പ്രസിഡന്റിനോട് എന്തെങ്കിലും പറയാൻ വേണ്ടി അടുത്തേക്കൊന്ന് ചെല്ലണം. ഒരു ചൂട് വെക്കുമ്പോഴേക്കും ബ്ലാക്ക് കാഷിൽ നിന്ന് തടയും. അതാണ് ആ നിയമം. ഇനി നീ തിരിച്ചറിയുക, മറ്റാരും നിന്നെ അറിയുന്നതിനേക്കാൾ, നീ അറിയുന്നതിനേക്കാൾ പോലും നിന്നെ അറിയുന്ന സൃഷ്ടാവാ ഞാൻ. 2, എൻ്റെ അടുത്തേക്ക് വരാൻ ആരും നിന്നെ തടയേല. എന്നിട്ടും മനുഷ്യൻ എന്നെ മറക്കുന്നു. അവർക്ക് അനുഗ്രഹങ്ങൾ മാത്രം മതി, അനുഗ്രഹദാതാവായ എന്നെ വേണ്ട കുഞ്ഞെ. അക്ഷരാർത്ഥത്തിൽ എന്നെ പിടിവിട്ട് പ്രിയമുള്ളത്, ഇപ്പോഴും എൻ്റെ കണ്ണ് നിറയുന്നുണ്ട്. അവിടെ ഞാൻ തോൽവി സമ്മതിച്ചു. ഞാൻ പറഞ്ഞു, കർത്താവേ മാപ്പ് എന്ന് പറഞ്ഞു. അവിടെ മുട്ടുകുത്തി എൻ്റെ തോളിൽ കിടന്ന സഞ്ചിയിൽ നിന്നും പേനയും പേപ്പറും എടുത്ത് എൻ്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ കുറിച്ചു, പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയമോടും പൂർണ്ണാത്മാവോടും ദൈവമേ അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, ഇന്നും എന്നും അങ്ങേക്കാരാധന. ഈ ലോകമോഹങ്ങളേക്കാൾ, ഈ ലോകവിജ്ഞാനത്തേക്കാൾ എല്ലാറ്റിലും ഉപരിയായി ഈശോയെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. ഈ ലോക സമ്പത്തിനേക്കാൾ, ഈ ലോകബന്ധങ്ങളേക്കാൾ
എല്ലാറ്റിലും ഉപരിയായി ഈശോയെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങയ്ക്കാരാധന. ഞാനിത് പറഞ്ഞു വരുന്ന പ്രിയമുള്ളവരെ, സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചൂടി നിൽക്കുന്ന സഭയുടെ മക്കളാണ് നമ്മൾ. ആദരണരായ നിങ്ങളോട് ഈ എളിയ സഹോദരന് വലിയ ഉപദേശവും തരാനില്ല. പക്ഷേ കുഞ്ഞനുഭവത്തിൽ നിന്ന് ഒരു കാര്യം, എത്ര തിരക്കാണെങ്കിലും എന്തു വയ്യായികയാണെങ്കിലും വലിയൊരു ദൗത്യം നമ്മൾ ഏറ്റെടുത്ത് കർത്താവ് ഏൽപ്പിച്ചിരിക്കുക. എന്താ? അവന്റെ റോളാ. ശിഷ്യന്മാർ അടുത്തെത്തി, അവൻ അവരെ പഠിപ്പിക്കാൻ തുടങ്ങി. ഇന്ന് നമുക്കറിയാം, നമ്മുടെ ബാലകൗമാര യൗവനങ്ങൾ വരണ്ടുണങ്ങി ജീർണിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു സൺഡേ സ്കൂൾ അധ്യാപകനായ എനിക്ക് നിസ്സംഗതയാണോ, മരവിപ്പാണോ? ഞാൻ പഠിപ്പിച്ചു കൊടുക്കാറുണ്ടോ? കുഞ്ഞെ, ഈശോ നിന്നെ രക്ഷിക്കും, നിനക്ക് ജീവൻ നൽകുന്ന അപ്പം പരിശുദ്ധ കുർബാനയാണെന്ന് ചങ്കിൽ തൊട്ട് പറയാൻ ഞാനും നീയുമായ അധ്യാപകന് സാധിച്ചുവെങ്കിൽ മറ്റൊന്നും കിട്ടിയില്ലെങ്കിലും നമ്മുടെ ജീവിതം ധന്യമായി, ശ്രേഷ്ഠമായി. കാരണം ഇന്ന് നമുക്കറിയാം, മദ്യത്തിലും മയക്കുമരുന്നിലും തിന്മയിലും ആഴപ്പെട്ട് തളർന്നശിക്കുന്ന ലക്ഷോപലക്ഷം യുവത്വങ്ങൾക്ക് ആര് മറുപടി പറയും? അവിടെയാ സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചൂടി നിൽക്കുന്ന സഭയുടെ മഹനീയത. സഭയോട് ചേർന്ന് നിൽക്കണോ നമുക്ക്? പരിശുദ്ധ കുർബാന നമ്മളെ പഠിപ്പിക്കണം. പരിശുദ്ധ തിരുസഭയുടെ രാജ്ഞിയായ അമ്മ നമ്മളെ പഠിപ്പിക്കണം. വൈദികരെയും സന്യസ്തരെയും മെത്രാനെയും പരിശുദ്ധ സഭയെയും പരിശുദ്ധ പിതാവിനോട് ആദരവും സ്നേഹവും ഉണ്ടാകണോ? ഈ പരിശുദ്ധ കുർബാനയിൽ നമ്മൾ ആഴപ്പെടണം. അവിടെ നിന്നാണ് സ്നേഹമുണ്ട്. നമുക്കറിയാമല്ലോ, ഇന്ന് നമ്മൾ പിതാക്കന്മാരെ നമ്മൾ കുറ്റപ്പെടുത്തുന്നു, മെത്രാന്മാരെ പഴിക്കുന്നു, കർദിനാളിനെ ദുഷിക്കുന്നു, വിശ്വാസികള് ഈ സഭയിൽ അകന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ മുട്ടുകുത്തണം. നമ്മൾ ആരോടും പരാതി വേണ്ട, പരിഭവം വേണ്ട, മാനുഷികമായി ഒന്നിനും മുതിരരുത്. കാരണം മാനുഷികമായി നമ്മൾ എന്തെല്ലാം കാട്ടിക്കൂട്ടിയാലും വൃഥാവില. എന്നാൽ പരിശുദ്ധ കുർബാനയുടെ സന്നിധിയിലെ മുട്ടുകുത്തി ഇരുകരങ്ങളും വിരിച്ച് പിടിച്ച് ഉള്ള പ്രാർത്ഥനകൾ സഭയിലെ പ്രശ്നങ്ങൾക്ക് ഉത്തരമാകും, കുടുംബത്തിലെ പ്രശ്നങ്ങൾക്ക് ഉത്തരമാകും. നമ്മളൊക്കെ സാധാരണക്കാരല്ലേ, നമ്മുടെ ജീവിത തുറകളിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട്. അവിടേക്കെല്ലാം ഒരേ ഒരു ഉത്തരം, പരിശുദ്ധ കുർബാന. ഞാൻ ഓർക്കുന്നു, കോവിഡ് കാലത്ത് ഒരു ദിവസം പോലും കുർബാന മുടങ്ങാതെ ഒരു ചാപ്പല് തന്നെ ഈശോ ഒരുക്കി തന്നു. അതൊക്കെ ദൈവത്തിന്റെ സ്നേഹമാ, നമ്മുടെ മഹിമയല്ല, കർത്താവിന്റെ കരുണയാ. ആയതിനാല് നിങ്ങൾ ഈ പാട്ടുകളൊക്കെ കേൾക്കാനിടയുള്ളപ്പോൾ ഓർക്കുക, ഇത് വലിയ എഴുത്തോ അല്ലെങ്കിൽ വലിയ രചിതാവോ അല്ലെങ്കിൽ സംഗീതം ഒന്നും അല്ല, മറിച്ച് ഈ ദിവ്യകാരുണ്യത്തിന്റെ സ്നേഹക്കരുണയും ബോധജ്ഞാനത്തിന് സിംഹാസനമായ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥവുമാണ്. സവിനയം നിങ്ങളുടെ മുൻപിൽ ഈ കുഞ്ഞനുഭവം മാത്രം. അതുകൊണ്ട് പരിശുദ്ധ കുർബാനയോട് നിങ്ങൾ തീർച്ചയായും ഒരുപാട് ഒരുപാട് സ്നേഹമുള്ളവരാ. എങ്കിലും ഒന്നുകൂടി നമുക്ക് ഒന്ന് ഉജ്ജ്വലിക്കുവാൻ, പരിശുദ്ധ കുർബാനയിൽ വേരുറപ്പിക്കാൻ ഒറ്റ വചനം പറഞ്ഞ് നിർത്തുകയാണ്. ജെറമിയ 17:7. കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ, അവന്റെ പ്രത്യാശ കർത്താവ് തന്നെ. അവൻ ആറ്റു തീരത്ത് നട്ട മരം പോലെയാണ്, അതിന്റെ വേരുകൾ എപ്പോഴും വെള്ളത്തിലേക്ക് ഊന്നിയിരിക്കുന്നു. അതിന്റെ ഇലകളെന്നും പച്ചയാണ്, അത് വേനൽക്കാലത്തെ ഭയപ്പെടുന്നില്ല, അത് യഥാകാലം ഫലങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കും എന്ന് പറഞ്ഞാൽ ജെറമിയ വിശേഷിപ്പിക്കുന്നത് കർത്താവിൽ ആശ്രയിക്കുന്നവൻ ആറ്റു തീരത്ത് നട്ട മരം പോലെയാ. എന്താ ആറ്റു തീരത്തെ മരത്തിന്റെ പ്രത്യേകത? അതിന്റെ ഇലകളെന്നും പച്ചച്ച് സമൃദ്ധിച്ചൂടി നിൽക്കും. കാരണം അതിന്റെ വേര് വെള്ളത്തിലാ. അത് ഏത് വേനൽക്കാലം വന്നാലും ഈ മരത്തിന് പേടിയില്ല, കാരണം വേര് വെള്ളത്തിലാ. ഇനി യഥാകാലം നല്ല ഫലങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കും, കാരണം വേര് വെള്ളത്തിലാ. ആയതിനാൽ നമ്മുടെ ജീവിത മേഖലകൾ പച്ച പിടിച്ചു നിൽക്കണോ? പരിശുദ്ധ കുർബാനയിലേക്ക് വേരുകൾ ഉറപ്പിക്കുക. ഒന്നിനെയും ഭയപ്പെടാതെ നീങ്ങണോ? പരിശുദ്ധ കുർബാനയിലേക്ക് വേരുറപ്പിക്കുക. സൽഫലങ്ങൾ ചൂടണോ നമ്മുടെ ജീവിതം കൊണ്ട്? എന്തിനു വേണ്ടി ദൈവം നമ്മളെ മെനഞ്ഞോ അതിന്റെ സാക്ഷാത്കാരത്തിന് ആ ദൈവപിതാവിന്റെ ഹൃദയം സന്തോഷിക്കാൻ തക്ക വിധം സൽഫലങ്ങൾ കൊണ്ട്
ജീവിതം അനുഗ്രഹീതമായി മാറണോ? പരിശുദ്ധ കുർബാനയിൽ വേരുറപ്പിക്കാം. വിടവാങ്ങുകയാണ്, നന്ദി പറയുകയാണ്. അഭിബന്ധി പരിശുദ്ധ തൃത്വത്തോട്, ഇന്ന് പരിശുദ്ധാത്മാവിനോട്. അവിടെ ദിനമാണല്ലോ, സഭയുടെ ജന്മദിനമാണല്ലോ ഇന്ന്, പന്തക്കുസ്ത തിരുനാള്. അഭിബന്ധ്യ പോളിപിതാവിനോട്, എൻ്റെ സ്നേഹവൈദികരോട്, എൻ്റെ സിസ്റ്റേഴ്സിനോട്, എൻ്റെ ബ്രദേഴ്സിനോട്, ഡീക്കന്മാരോട്, ഇതിന്റെ സംഘാടകരോട്, എൻ്റെ ആധുനികരായ അധ്യാപകരോട് എല്ലാം ഹൃദയം നിന്ന് നന്ദി പറയും. കാരണം ഇതൊരു ചലഞ്ചാണ്. ഈ പ്രതികൂലമായ കാലഘട്ടത്തിൽ ദിവ്യകാരണത്തിന് വേണ്ടി ഒരുങ്ങി ലോകത്തിന് അതിർത്തികളോളം സാക്ഷ്യം നൽകുവാൻ ഉണർന്ന ഇരിങ്ങാലക്കുട രൂപതയെ വന്ദനം. നിർത്തുന്നു.